നമസ്കാരം. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ BJP നൽകിയ പരാതിയിലാണ് ഈ നടപടി. BJP ലീഗൽ സെൽ കൺവീനർ J പത്മകുമാർ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് എന്നിവരാണ് സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകിയത്. മലയാളം വാർത്താ ചാനലായ News24 നടത്തിയ മീറ്റ് ദി കാൻഡിഡേറ്റ് അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം നൽകിയതായും മതനേതാക്കൾക്ക് വോട്ടിന് പകരം പണം വാഗ്ദാനം ചെയ്തതായും തരൂർ ആരോപിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശശി തരൂർ നടത്തിയ പരാമർശങ്ങൾ അനാവശ്യവും യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. തന്റെ പരാമർശങ്ങൾ എതിർ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരെയോ BJPയെയോ ഉദ്ദേശിച്ചല്ല എന്ന ശശി തരൂരിന്റെ വാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ശശി തരൂരിന്റെ പ്രസ്താവന മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത് എതിർ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തന്നെയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. ജാതീയവും മതപരവുമായ വികാരങ്ങളെ ഹനിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ലാത്തതാണ്. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കരുതെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ചുമതലയുള്ള സബ് കളക്ടർ ഡോക്ടർ അശ്വിനി ശ്രീനിവാസ് ശക്തമായ താക്കീത് നൽകി. തെളിവുകളോ രേഖകളോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് ഉടൻ നിർത്തണമെന്നും ഏതെങ്കിലും തരത്തിൽ അവ പ്രസിദ്ധപ്പെടുത്തരുതെന്നും അങ്ങനെയുള്ളവ പിൻവലിക്കണമെന്നും 24 ന്യൂസിന് കമ്മീഷൻ നിർദ്ദേശം നൽകി.